ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനാക്സ്. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൂന്നാമത് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൽജിബ്ര എന്ന് പറയുന്ന, അതായത് സമാന്തര ശ്രേണിയും ബീജഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിലെ പവർ ഹവറുമായിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 ഇക്വേഷൻ. എത്ര ഇക്വേഷനാ? 5 ഇക്വേഷൻ. ഈ 5 ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സെറ്റ് ആക്കി എടുക്കാം. സോ ഈ ചാപ്റ്ററിലുള്ള 5 കോൺസെപ്റ്റും 5 ഇക്വേഷനും എന്താണെന്നുള്ളതും അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളതും എക്സാമ്പിൾസ് ആയിട്ടുമാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. സോ സാറിന്റെ കൂടെ നിന്ന് തരാം. മൂവിങ് ടു ദ ഫസ്റ്റ് ടോപ്പിക്, ആൽജിബ്രിക് ഫോം, ബീജഗണിത രൂപം. ഇതിന് മറ്റു പേരുകളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ചിലപ്പോൾ ജനറൽ ഫോർമുല, nth ടേം, ജനറൽ ഫോർമുല, അതുപോലെ തന്നെ nth ടേം എന്ന് സ്ഥിരമായിട്ട് പറയുന്ന ഒരു സാധനമാണ് nth ടേം. മലയാളികൾ എന്നാം പദം എന്ന് പറയും, എന്നാം പദം. അതുപോലെ തന്നെ അൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയും. അൽജിബ്രിക് ഫോം ഉണ്ട്, അൽജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട്, nth ടേം ഉണ്ട്, ജനറൽ ഫോർമുല ഉണ്ട്. ഈ 4 രീതികളുണ്ട്. എന്നാലും സ്ഥിരമായിട്ട് വിളിക്കാറ് അൽജിബ്രിക് ഫോം എന്നും nth ടേം എന്നും. മലയാളം മീഡിയക്കാർക്ക് ബീജഗണിത രൂപം, എന്നാം പദം, പൊതുരൂപം എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും അതിനെ മെയിൻ ആയിട്ട് പറയുന്നത് എന്നാം പദം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്നാണ്. സോ ഈ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു സാധനം നമ്മൾ കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ഇക്വേഷൻ ആണ് xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെ ആയിരിക്കില്ല പഠിപ്പിച്ചത്, സ്കൂളിൽ വേറൊരു ഇക്വേഷൻ ആയിരിക്കും. അതൊന്നും നമുക്ക് വിഷയമല്ല, സംഭവം രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. സോ നമ്മുടെ ഇക്വേഷനിൽ xn എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇക്വേഷൻ നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് ഓർത്ത് വരണം കേട്ടോ. അൽജിബ്രിക് ഫോം, nth ടേം, ബീജഗണിത രൂപം, എന്നാം പദം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡേ. ഒന്നും പറയടാ, xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡേ. ഇവിടെ xn എന്ന് പറഞ്ഞാൽ ആരാ? nth ടേം. എന്ത് ടേം? nth ടേം. ഡി ആരാടാ? ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. എന്ത് ഡിഫറൻസ്? കോമൺ ഡിഫറൻസ്. ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണ്. നെക്സ്റ്റ് n എന്ന് പറഞ്ഞാൽ ആരാണ്? പൊസിഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്നൊക്കെ പറയും, പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് എഫ് എന്ന് പറഞ്ഞാൽ ആരാ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാ, സാറ് വെറുതെ ഇതുണ്ടല്ലേ, ഫസ്റ്റ് ടേം. ഇത് ജസ്റ്റ് ഇക്വേഷൻ മാത്രമാണ്. ഇതൊക്കെ എങ്ങനെയാ ചെയ്യലെന്ന് സാർ കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ. സാറ് കൂടെ നിന്നാൽ മതി. ഒരു അൽജിബ്രിക് ഫോം, nth ടേം, ജനറൽ ഫോർമുല ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത് എന്താണ്? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡേ. എങ്ങനെ? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡേ. ഒന്നും പറയണ്ട, xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡേ. ഇതിൽ xn എന്ന് പറഞ്ഞാൽ nth ടേം ആണ്, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്, f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ഇത് മനസ്സിലുണ്ടായാൽ മതി. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സാറ് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് ഇതിന്റെ അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. എന്ത് ഫോം കണ്ടുപിടിക്കണം? അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. എടാ, അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കുന്ന 2 സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. ഏതൊക്കെയാ 2 സാധനം എന്ന് അറിയോ? ഒന്ന് എഫും വേണം, ഡിയും വേണം. ഒന്ന് എഫ്, 2 ഡി. എഫും വേണം, ഡിയും വേണം, എഫും വേണം, ഡിയും വേണം, എഫും വേണം, ഡിയും വേണം. എഫ് ഉണ്ടോടാ കയ്യില്? എഫ് ഉണ്ട് സാറേ. ദാ ഈ ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയേ. ഈ ക്വസ്റ്റ്യനിൽ എഫ് ആരാ? എഫ് എന്ന് പറഞ്ഞാൽ 5 ആണ്. കോമൺ ഡിഫറൻസ് ആരടാ? ഡി ആരടാ? എത്രയാടാ കൂട്ടി കൂട്ടി പോയത്? 5നോട് 3 അല്ലേ കൂട്ടി 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 പോയത്? സോ കോമൺ ഡിഫറൻസ് 3 ആണ്. ഇനി പറഞ്ഞേ, ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി, എഫും കിട്ടി, ഡിയും കിട്ടി, എഫും കിട്ടി, ഡിയും കിട്ടി. എഫും ഡിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. അങ്ങനെയാണെങ്കിൽ ആദ്യം xn ഈസ് ഈക്വൽ ടു ഡി ആരാന്ന് പറഞ്ഞേ. ഡി എന്ന് പറഞ്ഞാൽ 3 ആണ്. 3n പ്ലസ് ഫസ്റ്റ് ടേം ആരാ? ഫസ്റ്റ് ടേം 5 അല്ലേ സാറേ? മൈനസ് കോമൺ ഡിഫറൻസ് ഡി ആരാ? ഡി എന്ന് പറഞ്ഞാൽ 3 ആണ്. കൊള്ളാലോ കൊള്ളാലോ. xn ഈസ് ഈക്വൽ ടു 3n പ്ലസ് 5ൽ നിന്നും 3 കുറച്ചാൽ 5ൽ നിന്നും 3 കുറച്ചാൽ 2 ആണ്. കിട്ടിപ്പോയി കിട്ടിപ്പോയി. xn ഈസ് ഈക്വൽ ടു 3n പ്ലസ് 2. ഇതാണ് നമ്മുടെ അൽജിബ്രിക് ഫോം. കുഴപ്പമുണ്ടോ? ഒരു എക്സാമ്പിൾ കൂടി സാർ ചെയ്ത് തരട്ടെ. ഇതാ ഇപ്പുറത്തെ സൈഡിലുണ്ട്. നിങ്ങൾ കൂടി ചെയ്യാൻ ശ്രമിക്കട്ടോ. ഇതാ നോക്കിയേ, 1 5 9 എക്സെട്ര എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ആദ്യം നമ്മൾ എന്ത് നോക്കണം? 2 സാധനങ്ങൾ നമുക്ക് വേണം. ആരൊക്കെയാ? എഫും വേണം, ഡിയും വേണം, എഫും വേണം, ഡിയും വേണം, എഫും വേണം, ഡിയും വേണം. എഫ് ഉണ്ടടാ. ആരാ ഇവിടുത്തെ എഫ്? ഇവിടുത്തെ എഫ് 1 ആണ് സാറേ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാ? ഡി ആരാ? എത്രയാ നമ്മൾ കൂട്ടി 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 പോയത്? 4 ആണ് കൂട്ടി കൂട്ടി പോയത്. ഇനി നമ്മുടെ ഇക്വേഷൻ എഴുതണം. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. പറഞ്ഞേ, ഡി ആരാ? 4n പ്ലസ് എഫ് ആരാ? 1 മൈനസ് 4. അങ്ങനെയാണ് പറഞ്ഞേ. 4n പ്ലസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. 1ൽ നിന്നും 4 കുറയ്ക്കാൻ
അല്ലാ 1 4 കുറയ്ക്കാൻ പറ്റുമോ? പറ്റൂടാ, നെഗറ്റീവ് ആവുന്നല്ലേ ഉള്ളൂ. യെസ്, -3 എന്ന ആൻസർ വരും. 1 - 4 എത്രയാണ്? -3 ആണ്. ഇവിടെ നോക്കടാ, ഇവിടെ നോക്ക്, ഒരു പ്ലസും ഒരു മൈനസും ഒരുമിച്ചുണ്ട് അല്ലെ. പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ എന്താവും? മൈനസ് ആയി മാറൂലേ? യെസ്, മാറി. 4n പ്ലസും മൈനസ് കൂടി ഒരുമിച്ചായി -3 എന്നായി. സോ xn ഈസ് ഈക്വൽ ടു 4n - 3 എന്ന ആൻസർ കിട്ടി. സെറ്റ് അല്ലടാ? എടാ മോനെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5th ടേം 30 ആണ്, 8th ടേം എത്രയാണ്? 42 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, നമുക്ക് അൽജിബ്രിക് ഫോം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എടാ, അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇവിടെ 2 സാധനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ 2 സാധനങ്ങളെ? എഫും വേണം, ഡിയും വേണം. എഫും വേണം, ഡിയും വേണം. എഫും ഡിയും നിങ്ങളുടെ കയ്യിലുണ്ടോടാ? ഉണ്ടോ? ഇല്ല സാറേ, എഫും ഡിയും ഒന്നുമില്ല. പക്ഷേ പണ്ട് ബാപ്പച്ചി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ബാപ്പച്ചി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? കേറടാ കോണി. എന്താക്കാൻ? കോണി കയറാൻ പറഞ്ഞു അല്ലെ. നമ്മൾ അല്ലാത്ത കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചത്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന്. എന്നാൽ സെനിൻ സാറിന്റെ കുട്ടികള്, വടക്കന്റെ കുട്ടികളെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബാപ്പച്ചി പറഞ്ഞു കേറടാ കോണി. യെസ്, ഫസ്റ്റ് വലത്തെ കാലെടുത്ത് മുകളിലോട്ട് വെക്കുന്നു, പിന്നെ ഇടത്തെ കാലെടുത്ത് മുകളിലോട്ട് വെക്കുന്നു. എന്താ ചെയ്യേണ്ടത്? 42 - 30 ഡിവൈഡഡ് ബൈ, വലത്തെ സൈഡിൽ ആദ്യം കുറച്ചു, പിന്നെ ഇടത്തെ സൈഡിൽ 8 - 5. പറയടാ, പറയ്. 42 നിന്നും 30 കുറച്ചാൽ എത്രയാടാ? 12 ഡിവൈഡഡ് ബൈ 8 നിന്നും 5 കുറച്ചാൽ 3 ആണ്. 12 എത്ര 3 ഉണ്ടടാ? 12 4 3s are there. So the common difference is 4. എത്രയാണ്? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള D4 ആണെന്ന് കിട്ടി. ഇനി എനിക്ക് ഫസ്റ്റ് ടേം വേണം. എങ്ങനെയാടാ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്റെ കയ്യിൽ 5ാമത്തെ ടേം ഉണ്ട് അല്ലേ. ദാ നോക്കിയേ, 5ാമത്തെ ടേം ഉണ്ട്. 5ാമത്തെ ടേം ഉണ്ടെങ്കിൽ 5th ടേമിൽ നിന്നും ഞാൻ എത്ര ഡി കുറയ്ക്കണടാ? 5th ടേമിൽ നിന്നും 5th 5 4 ഡി കുറഞ്ഞ ഇടയ്ക്ക് എത്തി, 1ലേക്ക് എത്തി. യെസ്, 5th ടേമിൽ നിന്നും ഞാൻ 4d കുറയ്ക്കുന്നു. എന്താ പറഞ്ഞേ? 5th ടേം ആരാ? 30 - 4 ഇൻറ്റു ഡി ആരാടാ? D4 അല്ലേ. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളാട്ടോ, മറക്കരുതേ. യെസ്, 30 - 4 ഇൻറ്റു 4 എത്രയാണ്? 16 ആണ്. 30ൽ നിന്നും 16 കുറച്ചാൽ ബാക്കി ആൻസർ 14 എന്ന് കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് ടേം ആരാ? 14. ഫസ്റ്റ് ടേം ആരാ? 14. കോമൺ ഡിഫറൻസ് ആരാ? 4. എഫും കിട്ടി, ഡിയും കിട്ടി, എഫും കിട്ടി, ഡിയും കിട്ടി, എഫും കിട്ടി, ഡിയും കിട്ടി. എഫും ഡിയും കിട്ടി നമ്മുടെ ഇക്വേഷനിലേക്ക് വരുന്നു. xn ഈസ് ഈക്വൽ ടു ഡി ആരാടാ? ഡി എന്ന് പറയുന്ന 4n പ്ലസ് എഫ് ആരാ? 14 മൈനസ് കോമൺ ഡിഫറൻസ് ഡി ആരാ? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു xn ഈസ് ഈക്വൽ ടു 4n പ്ലസ് 14ൽ നിന്ന് 4 കുറച്ചാൽ എത്രടാ? 14ൽ നിന്ന് 4 കുറച്ചാൽ 10 ആണ്. സോ ദ ആൻസർ ഈസ് xn ഈസ് ഈക്വൽ ടു 4n പ്ലസ് 10. സെറ്റ് അല്ലടാ? അപ്പൊ ഈ രീതിയിലും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. 5th ടേം 8th ടേം എന്നൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കാറുണ്ട്. ചില അരിത്തമെറ്റിക് സീക്വൻസ് ഡയറക്റ്റ് ഇതുപോലെ തന്നും കഴിഞ്ഞിട്ട് നമ്മൾ 2 എക്സാമ്പിൾ ചെയ്തു അതേ മോഡലിൽ. ഓക്കെ, സോ ഈ 2 രീതിയിലും പരീക്ഷയ്ക്ക് എന്താക്കാറുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക എന്നല്ല ചോദിക്കുക. ചിലപ്പോൾ അതിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറയും, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയും, എന്നിട്ട് അൽജിബ്രിക് ഫോമിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ മറക്കരുത്, കൃത്യമായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറാൻ പാടുള്ളൂ. നെക്സ്റ്റ് വരാവുന്ന ഒരു ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഇതാ, നമ്മുടെ xn ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് അൽജിബ്രിക് ഫോം തരും, അല്ലെങ്കിൽ the nth term of an arithmetic sequence is 3n plus 2 എങ്കിൽ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു? കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം 20th ടേം. സപ്പോസ് A B C D, സോറി A B C. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, 20th ടേം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ശ്രദ്ധിച്ചോളി, സൂക്ഷിച്ച് നോക്കിക്കോളിട്ടോ. 3n plus 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ മക്കളെ, നമ്മൾ ചില ആൾക്കാരുണ്ട് സ്കൂളിൽ, നമ്മളിപ്പോൾ ഒക്കെ ഒപ്പരമുള്ള ആൾക്കാർ, ചില ആൾക്കാരുണ്ട് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കും. ഓനെ കണ്ടുപിടിക്കണ എവിടെ പോകേണ്ടി വരും? ഓൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഓളെ കണ്ടുപിടിക്കണമെങ്കിൽ എവിടെ പോകേണ്ടി വരും? ഓൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് പോകേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ കോമൺ ഡിഫറൻസ്, നമ്മളെ കോമൺ ഡിഫറൻസും എന്നും തമ്മിൽ പണ്ട് അവർ പ്രണയിച്ച് നടന്ന ആൾക്കാരാണ്, അവർ കപ്പിൾസാണ്. എന്നിൻ്റെ കൂടെ ആരാണോ ഉള്ളത് അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. അതായത് എന്നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണ്, നമ്മുടെ എന്നും ഡിയും തമ്മിൽ ഭയങ്കര എന്താണ്, ഇഷ്ക് മുഹബത്ത് പ്രണയമൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്നിന്റെ ഗേൾ ഫ്രണ്ട് ആണ് ആര്? ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡീനെ കാണുന്ന ആരെടുത്ത് പോണോ? എന്നിന്റെ അടുത്ത് പോണോ? എന്നാ പറഞ്ഞിരടാ, ഇവിടെ എന്നിന്റെ കൂടെ നിൽക്കുന്നത് ആരാ? ആരാടാ? എന്നിന്റെ കൂടെ 3 അല്ലേ? സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാ?
3. സിമ്പിൾ. എങ്ങനെയാ ഒന്നുകൂടി പറഞ്ഞേ, എന്നിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് 3 ആണ്. എന്നിന്റെ ഗേൾ ഫ്രണ്ട് ആണ് ആര് എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത്. സോ എന്നിന്റെ കൂടെയുള്ള ആളാണ് ആര് എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് എപ്പോഴും അങ്ങനെ തന്നെ ആട്ടോ വരിക. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേം വേണം. എങ്ങനെയാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ അറിയോ, ഈ എന്നിനെ പൊത്തി പിടിക്കുക. ഈ എന്നില്ല എന്ന് വിചാരിക്കുക. നോക്കി ഈ എന്നിനെ പൊത്തി പിടിക്കുക. എന്നെ പൊത്തി പിടിച്ചാൽ എന്ത് കിട്ടും? 3 + 2 എത്രയാടാ? 3 + 2 എത്രയാടാ? 5 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടേം കിട്ടി. പരിപാടി 1 മാർക്ക് കോമൺ ഡിഫറൻസിന്, 1 മാർക്ക് ഫസ്റ്റ് ടേമിന്. ഒന്നും കൂടി പറയട്ടെ, കോമൺ ഡിഫറൻസിനെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നിന്റെ കൂടെയുള്ളത് ആരാ നോക്കിയാൽ മതി. ഫസ്റ്റ് ടേമിനെ കണ്ടുപിടിക്കാൻ എന്നിനെ പൊത്തി പിടിച്ചാൽ മതി. യെസ്. അടുത്തത് സി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 20ാമത്തെ ടേം ആര് എന്നാ ചോദിച്ചത്. എടാ 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ, ഈ ഇക്വേഷനിൽ എന്നിന് പകരം 20 കൊടുത്താൽ മതി. അപ്പം xn is equal to 3n plus 2 എന്നുള്ളതിൽ എന്നിന് പകരം എന്ത് കൊടുക്കുക? 20 കൊടുത്താൽ നിങ്ങൾക്ക് 20th ടേം കിട്ടി. 10 കൊടുത്താൽ നിങ്ങൾക്ക് 10th ടേം കിട്ടി. 100 കൊടുത്താൽ നിങ്ങൾക്ക് 100th ടേം കിട്ടി. അപ്പൊ എത്രാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ ഇക്വേഷനിൽ അൽജിബ്രിക് ഫോമിൽ എന്നിന് പകരം അതങ്ങ് കൊടുത്താൽ മതി. യെസ്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3 ഇൻറ്റു എന്നിന് പകരം ഞാൻ 20 കൊടുത്തോ, പ്ലസ് 2. 3 × 20 എത്രയാടാ? 60 ആണ്. 60 + 2 എത്രയാടാ? 62 ആണ്. ആൻസർ കിട്ടി. 3 മാർക്ക് നിങ്ങൾക്ക് സ്വന്തമായടാ. യെസ്, മൂവിങ്. ഒരൊറ്റ എക്സാമ്പിൾ ഉണ്ട്, ഇതേ മോഡലിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ കൂടി ഇതാ നോക്കിക്കോളി. 6n - 1 ആരടാ കോമൺ ഡിഫറൻസ്? പറയ്, ആരാണ്? എന്നിന്റെ കൂടെയുള്ള ആളല്ലേ? എന്നിന്റെ കൂടെ ആരുണ്ട്? 6 ഉണ്ട്. എന്നിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ആരുണ്ട്? 6 ഉണ്ട്. സോ എന്നിന്റെ കൂടെയുള്ള ആളാണ് ആര് എന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്നിനെ പൊത്തിപ്പിടിക്കണം എന്നല്ലേ പറഞ്ഞത്. എന്നിതാ പൊത്തിപ്പിടിച്ചേ. എന്നിനെ പൊത്തി പിടിച്ചപ്പോ 6 - 1 6 - 1. ഓക്കെ, എന്നെ ഒന്നുകൂടി പൊത്തി പിടിച്ചു നോക്കി. 6 - 1. 6 - 1 എത്രയാടാ? 6 - 1 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? സോ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 6 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന ആൻസർ കിട്ടി. അടുത്ത എന്താ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 10ാമത്തെ പദം കണ്ടുപിടിക്കാൻ എന്നിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കണം? എന്നിന് പകരം 10 കൊടുത്താൽ മതിയടാ. സോ xn ഈസ് ഈക്വൽ ടു 6n - 1ൽ n ഈസ് ഈക്വൽ ടു ഞാൻ 10 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ xn ഈസ് ഈക്വൽ ടു എന്താവും? 6 × 10 - 1. 6 × 10 എത്രയാടാ? 60 - 1. 60ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാടാ? 59. വീണ്ടും പരിപാടി കഴിഞ്ഞില്ലേ? യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. സമ്മ് അല്ലെങ്കിൽ തുക. എങ്ങനെയാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിക്കോളി. 2 ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള 2 ടോപ്പിക്, 2 ഇക്വേഷൻ ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് Sn is equal to n/2 into x1 plus xn. n/2 into x1 plus xn. ഇവിടെ ഉണ്ടല്ലോ Sn എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഈ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നോർമൽ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. Sn is equal to n/2 into x1 plus xn. ഇവിടെ Sn എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് എന്നൊക്കെ പറയും. നമ്പർ ഓഫ് ടേംസ്, എത്ര ടേംസിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ടേം ആണ്. എന്ത് ടേം ആണ്? ഫസ്റ്റ് ടേം. എന്ത് ടേം? ഇനി x എന്ന് പറഞ്ഞേ, xn എന്താ? x എന്ന് പറഞ്ഞാൽ nth ടേം എന്ന് പറയും. അതായത് ലാസ്റ്റ് ടേം, അല്ലെങ്കിൽ നമുക്ക് എത്ര വരെയുള്ള സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്, ആ ഒരു അവിടുത്തെ ആ ടേം ഉണ്ടാവില്ലേ, അതാണ് x എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യലെന്ന് നിങ്ങൾ ടെൻഷൻ ആവുകയേ വേണ്ട. വടക്കനുണ്ടടാ. ആരുണ്ട്? വടക്കനുണ്ട്. കൂടെ നിന്ന് തന്നാ മതി. നിങ്ങൾ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് കാണാതെ പഠിക്കുക. എന്താണ്? Sn is equal to n/2 into x1 plus xn. നെക്സ്റ്റ് നമ്മൾ അൽജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം അല്ലെങ്കിൽ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ സം ഓഫ് n ടേംസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അതാണ് Sn is equal to, എന്താ ഇക്വേഷൻ പറഞ്ഞേ? Sn is equal to d/2. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആട്ടോ. d/2 n square plus f minus d/2 into n. എന്താ ഇക്വേഷൻ ഒന്നുകൂടി പറഞ്ഞേ? Sn is equal to d/2 n square plus f minus d/2 into n. ഈ 2 ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ബാക്കി നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. ഇനി ഒരു 3 ഇക്വേഷൻ അഡീഷണൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ് കേട്ടോ. ഓഡ് നമ്പേഴ്സ് ഇല്ലേ നമ്മുടെ, ഈ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n സ്ക്വയർ. ഓഡ് നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n സ്ക്വയർ.
അടുത്തത് ഈവൻ നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1. n ഇൻറ്റു n പ്ലസ് 1. ഇനി നമ്മുടെ നാച്ചുറൽ നമ്പർ ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1/2. ഞാൻ പറഞ്ഞു ഈ പറയുന്ന 3 ഇക്വേഷനും നിങ്ങൾക്ക് ബോണസ് ആയിട്ട് തരുന്ന സാധനമാണ്. നമുക്ക് പരീക്ഷയിൽ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ 3 ഇക്വേഷന് പകരം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താക്കാം, ആൻസർ കണ്ടുപിടിക്കാം. എന്നാലും ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആൻസർ കണ്ടുപിടിക്കാൻ സമയം കുറേ ലാഭിക്കാൻ പറ്റും. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാനത് പഠിച്ചില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്നോട് ഇത് മാറിപ്പോയിരുന്നു. ഓടിൻ്റെ ഇവൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയി. എൻ്റെ സാറിനെ കുറേ ചീത്ത നിൽക്കണം, അതിനെ കൊണ്ട് ഞാൻ പഠിച്ചില്ലായിരുന്നു. പക്ഷേ നിങ്ങൾക്കിത് ബോണസ് ആയിട്ട് A+ ഒക്കെ കിട്ടുന്ന കുട്ടികൾക്ക് സമയം തയ്യാതെ വരുന്നൊരു സമയത്ത് ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എന്താക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. യെസ്, നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് ചെയ്യട്ടോ. നമുക്ക് ഇതിലുള്ള ഓരോ ഇക്വേഷൻസും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇക്വേഷൻ എവിടെ ഉപയോഗിക്കണം, ഈ ഒരു ഇക്വേഷൻ എവിടെ ഉപയോഗിക്കണം, ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് സാറ് കാണിച്ചു തരാം. ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് 159 പ്ലസ് 1 പ്ലസ് 5 പ്ലസ് 9 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു കണ്ട് 81 വരെ കൂട്ടണം. അരിത്മെറ്റിക് സീക്വൻസ് ആണെന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ n ആരാന്ന് കിട്ടിയാൽ മാത്രമല്ലേ നമുക്കിത് ഇക്വേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടേം ഉണ്ട്, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. xn ഉണ്ട് 81 ആണ്. അവസാനത്തെ ടേമും ഫസ്റ്റ് ടേമും ഒക്കെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് എടുത്ത് എഴുതിയേക്കാം. ഫസ്റ്റ് ടേം x1 ഈസ് ഈക്വൽ ടു 1, xn ഈസ് ഈക്വൽ ടു 81 ഒക്കെ റെഡി ആയിരുന്നു. പക്ഷേ നമ്പർ ഓഫ് ടേംസ് ഉണ്ടോടാ? നമ്പർ ഓഫ് ടേംസ് ഇല്ലാതെ കളി നടക്കുമോ? ഇല്ല. അപ്പൊ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കോളാം. നമ്മൾ പണ്ട് പഠിച്ചതാണ്, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററിലായിരുന്നു സാറ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് xn മൈനസ് f/d പ്ലസ് 1. ഓർക്കുന്നുണ്ടോ? xn മൈനസ് f/d പ്ലസ് 1. എങ്ങനെ? xn മൈനസ് f/d പ്ലസ് 1 എന്നാ പറയടാ. xn ആരാ? അവസാനത്തെ ടേം ആരാ? 81 അല്ലേ? 81 മൈനസ് ഫസ്റ്റ് ടേം ആരടാ? 1 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. എത്രയാണ് സാറേ ഇവിടെ കൂട്ടി പോയത്? 4 ആണ് കൂട്ടി പോയത്. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്ലസ് 1, അതായത് 81ൽ നിന്നും 1 കുറച്ചാൽ 80 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1. 80ൽ എത്ര 4 ഉണ്ടടാ? 20 ആണ്. 20 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 21 എന്ന ആൻസർ കിട്ടും. എത്ര ആൻസർ കിട്ടി? 21. അപ്പൊ എന്നും കിട്ടി. അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. Sn ഈസ് ഈക്വൽ ടു n/2. n/2 എന്ന് പറയുമ്പോൾ എത്രയാടാ? n/2 എന്ന് പറയുമ്പം 21 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x1 ആരാ? ഫസ്റ്റ് ടേം ആരാ? 1 ആണ്. പ്ലസ് xn ആരാ? അവസാനത്തെ പദം 81 ആണ്. കുഴപ്പമുണ്ടോ? ഇനി ഇവിടെ സൂക്ഷിച്ച് നോക്കിയടാ. 81 അവിടെ ഉണ്ട്, 1 ഇവിടെ ഉണ്ട്, 21 2ന്റെ മുകളിലുണ്ട് അല്ലെ. ഇവിടെ 21ന് 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 21ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകുതിയാക്കാൻ പറ്റൂല. 21 പകുതി ആക്കാൻ പറ്റൂല എന്നല്ല, 10 എന്നൊക്കെ എടുക്കാം. പക്ഷെ നിങ്ങൾ ആരാന്നൊന്നും എടുക്കണ്ട. കാരണം നിങ്ങളെ കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാനാവില്ല എന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് വെറുതെ ചാടി കയറി എന്താക്കണ്ട, പറ്റാത്ത പണിക്ക് പോകണ്ട. 21നെ പകുതിയാക്കൽ നടക്കൂല, അത് ആടെ തന്നെ നിന്നോട്ടെ, വിഷമമൊന്നുമില്ലല്ലോ. ഇൻറ്റു ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, പകുതിയാക്കാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ ധൈര്യമായിട്ട് പകുതി എടുക്കുക, മുന്നോട്ട് പോവുക. നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, 1 പ്ലസ് 81 എത്രയാണ്? ഈ ബ്രാക്കറ്റിനുള്ളിൽ 1 പ്ലസ് 81 എത്ര? 82 ആണ്. കുഴപ്പമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ 82നെ നിങ്ങൾക്ക് പകുതിയാക്കി എടുത്തൂടെ? 21 ഇവിടെ തന്നെ കിടക്കട്ടെ. ഇൻറ്റു ഈ 82നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്രടാ കിട്ടുക? 41 എന്നല്ലേ ആൻസർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 41 ഇൻറ്റു 21 എത്രയാടാ? 41 ഇൻറ്റു 21 ചെയ്താൽ നമുക്ക് 861 എന്ന ആൻസർ കിട്ടും. സമ്മ് കിട്ടി, ആൻസർ കിട്ടി. ഇത്ര പണിയുള്ളൂ. അപ്പൊ ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തരും. ആദ്യം നമ്മൾ n കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ സം കണ്ടുപിടിക്കണം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാടാ. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. n ഇവിടെ നേരത്തെ തന്നിക്കണം. 25 ടേംസ് ആണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസും ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് 3, 7, 11, എക്സെട്ര എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിലെ n എന്ന് പറഞ്ഞാൽ 25 ആണ്. ഫസ്റ്റ് ടേം ആണ് പിന്നെ നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 ആണ്. xn ഉണ്ടോടാ? ആരാ xn? xn തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ xn കണ്ടുപിടിക്കണം. കാരണം സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം എന്നാണ് ഇക്വേഷൻ. x1 പ്ലസ് xn ആണ്. ഇവിടെ xn വേണം.
എക്സിന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ? ഇവിടെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് ആരടാ? 4 ആണ് കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡേ. ഓർക്കുന്നുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. എക്സ് ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എക്സ് ഈസ് ഈക്വൽ ടു ഡി ആരാ? ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇൻറ്റു എൻ ആരാ? നമ്പർ ഓഫ് ടേംസ് 25 ആണ്. നമ്മൾ അൽജിബ്രിക് ഫോമിന്റെ സമയത്ത് അവിടെ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറില്ലായിരുന്നു. നമുക്ക് 25ാമത്തെ ടേം കണ്ടുപിടിക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ എന്നിന് പകരം എന്ത് കൊടുത്തത്? 25 കൊടുത്തത്. പ്ലസ് ഫസ്റ്റ് ടേം ആരാ? ഫസ്റ്റ് ടേം 3 ആണ്. 3 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 25 100 ആണ്. 100 പ്ലസ് 3യിൽ നിന്നും 4 കുറച്ചാൽ -1 ആണ്. മൈനസും പ്ലസും കൂടി വന്നതുകൊണ്ട് അത് എന്തായി മാറി? 100 മൈനസ് 1 എന്നായി. 100 മൈനസ് 1 എത്രയാടാ? 99 ആണ്. എത്രയാണ് ആൻസർ? 99. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമ്മിലേക്ക് വന്നേ. എസ് എൻ ഈസ് ഈക്വൽ ടു പറയും n/2. n 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം ആരാ? ഫസ്റ്റ് ടേം ആരാ? 3 പ്ലസ് എക്സ് എൻ ആരാ? 99. ആഹാ, ഇവിടെയും 25ന്റെ പകുതി എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെക്കുക. 25/2 അവിടെ പറ്റുന്നതാണെങ്കിൽ 20/2 ഒക്കെ ആണെങ്കിൽ വേഗം 10 എടുക്കട്ടോ. മാക്സിമം 20 ഒക്കെ ആണ് വരാറുള്ളത്. സോ 20 ഒക്കെ വന്നു കഴിഞ്ഞാൽ 20/2 എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം പകുതി എടുത്താൽ മതി. അപ്പുറത്തെ സൈഡിലുള്ളതിന്റെ പകുതി എടുക്കണ്ട. യെസ്, ഇൻറ്റു ഇവിടെ പറഞ്ഞ 3 പ്ലസ് 99 എത്രടാ? 102 ആണ്. അപ്പൊ എന്താ വരിക? 102ന്റെ പകുതിയും വേണം. 25 അവിടെ തന്നെ കിടന്നോട്ടെ. 102ന്റെ പകുതിയായിട്ടുള്ള 51 എന്നുള്ളത് നമുക്ക് വേണം. അങ്ങനെയാണ് 25 × 51 എത്രയാടാ? വേഗം പറഞ്ഞേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1275 എന്ന് ആൻസർ കിട്ടി. നമുക്ക് സമ്മ് കിട്ടിയില്ലേ? തുക കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതില്ലേ എക്സ് എന്ന് തന്നിട്ടില്ല. എക്സ് എന്ന് എന്താക്കിയിട്ടില്ല? തന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസും നമ്പർ ഓഫ് ടേംസും മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല. ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്താക്കിയിട്ടില്ല, നമ്പർ ഓഫ് ടേംസ് തന്നിട്ടില്ല. ഈ രണ്ട് രീതിയിലായിട്ട് സമ്മ് ചോദിക്കാം. അപ്പം അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ രണ്ട് മെത്തഡും, ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് സബ് ക്വസ്റ്റ്യൻ ABCD എന്നൊക്കെ ആയിട്ടാണ് ചോദിക്കുക. ഈവൻഡോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എന്താവണം? പറ്റണം. അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിന്റെ അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അൽജിബ്രിക് ഫോം ഓഫ് സമ്മ് ചിലപ്പം n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനൊക്കെ പറയും. n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും സംഭവം സെയിം ആണ്, അൽജിബ്രിക് ഫോം തന്നെയാണ്. അതായത് n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തുകയുടെ ബീജഗണിതം, അതായത് തുകയുടെ ബീജഗണിതം, തുക എന്നൊക്കെ പറയുന്നതൊക്കെ ഏകദേശം ഒരേ പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ചെയ്യാൻ. വളരെ സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് നോക്കാം. ആരാ കോമൺ ഡിഫറൻസ്? നമ്മുടെ അരിത്തമെറ്റിക്കിന്റെ 6നോട് 4 കൂട്ടിയപ്പോൾ 10 ആയി. 10നോട് 4 കൂട്ടിയപ്പോൾ 14 ആയി. അപ്പൊ 4 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ? 6 ആണ് ഫസ്റ്റ് ടേം. അതുകൊണ്ട് കൂടെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക. ഡിന്റെ പകുതി എടുക്കുക, കോമൺ ഡിഫറൻസിന്റെ പകുതി എടുക്കുക. കോമൺ ഡിഫറൻസിന്റെ പകുതി എന്ന് പറയുമ്പോൾ 4ന്റെ പകുതി d/2 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. d/2 = എന്തായിരിക്കടാ? d/2 = 2. കുഴപ്പമുണ്ടോ? കോമൺ ഡിഫറൻസിന്റെ നേരെ പകുതി എടുക്കുക, 2 കിട്ടി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു തന്നാണ് SN = d/2n² പ്ലസ് f - d/2 × n. ഈ ഇക്വേഷൻ ഈ അൽജിബ്രിക് ഫോമിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്ത് മാറ്റി വെച്ചൊരു സാധനമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിക്കുക, അത് എന്താക്കി വെക്കുക, എഴുതി വെക്കുക. എന്നിട്ട് SN = d/2 പകരം എന്ത് കൊടുക്കുക? ഡിന്റെ പകുതി ആരാടാ? 2 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2n² പ്ലസ് എഫ് ആരാ? ബ്രാക്കറ്റിനുള്ളിൽ എഫ് ഉണ്ട്. എഫ് ആരാ? എഫ് 6 ആണ്. 6 മൈനസ് d/2 ആരാടാ? d/2 എന്ന് പറഞ്ഞാൽ 2 ആണ് × n. കുഴപ്പമുണ്ടോ? അപ്പൊ നോക്കിയേ, SN = 2n² പ്ലസ് 6ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാടാ? 4 ആണ്. 4n. 2n² പ്ലസ് 4n എന്ന് പറയുന്നതാണ് എന്ത്? സമ്മിന്റെ അൽജിബ്രിക് ഫോം. കണ്ടുപിടിക്കാൻ വല്ല പണിയുണ്ടോ? d/2 നേരെ കണ്ടുപിടിക്കുക, ഈ ഇക്വേഷൻ കാണാണ്ട് പഠിക്കുക, നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത്. നല്ല ചാൻസ് അല്ല, ഈ പാഠത്തിൽ ഇത്രയേ ഉള്ളൂ. എന്നാ നോക്കിക്കോളി, ഒരു അൽജിബ്രിക് ഫോം, സമ്മിന്റെ അൽജിബ്രിക് ഫോം ആണ് എന്ത്? 2n. എന്തിന്? 2n² പ്ലസ് 6n എന്ന് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞു എന്നിന്റെ കൂടെ ഉണ്ടാവുന്ന ഗേൾ ഫ്രണ്ട് ആണ് ഡി എന്ന്. അത് സാധാ അൽജിബ്രിക് ഫോമിന്റെ കേസിലാണ്. ഇവിടെ n² കൂടെ ഉണ്ടാവുന്ന ആളുടെ കൂടെ ഉണ്ടാവുന്ന ഒരാളുണ്ടാവില്ലേ? അത് ഡി അല്ല കേട്ടോ. n² കൂടെ ഒരാളുടെ ചോദിച്ചു. ഇപ്പൊ 3n² ആണ് വിചാരിച്ചോ. 3n² എന്ന് പറഞ്ഞാൽ ഈ n² കൂടെ ഉള്ള ആളുടെ ഇത്താത്ത ഉണ്ടാവും. ഇത്താത്താണ് എന്തെന്ന് പറയുന്നത്?
നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇക്വേഷനിൽ എൻ സ്ക്വയറിൻ്റെ തൊട്ട് മുമ്പെയുള്ള നമ്പർ അതിൻ്റെ ഡബിൾ എടുക്കുക. അതായത് 2ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 4. ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇനി സാർ ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഈ ക്വസ്റ്റ്യനിൽ കോമൺ ഡിഫറൻസ് എന്താ? ഫസ്റ്റ് ടേം എന്താ? 10 ടേമിൻ്റെ സം എന്താണെന്നാണ് ചോദിച്ചത്. S10 ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കാം. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എൻ സ്ക്വയർ, എന്നിൻ്റെ കൂടെ 6 ഉണ്ട്, ഓനെ നോക്കിയേ ചെയ്യരുത്. എൻ സ്ക്വയറിൻ്റെ കൂടെ ഉള്ളത് ആരാ നോക്കുക? എൻ സ്ക്വയറിൻ്റെ കൂടെ 2 ഉണ്ട്. 2 ആണെങ്കിൽ 2ന്റെ ഡബിൾ എത്ര? 4. ഇനിയിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. 3n² + 2n ആണെന്ന് വിചാരിച്ചോ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? എൻ സ്ക്വയറിന്റെ മുമ്പിൽ ആരാ നോക്കുക? എൻ സ്ക്വയറിന്റെ മുമ്പിൽ 3 അല്ലേ? 3ന്റെ ഡബിൾ ആരാ? 3ന്റെ ഡബിൾ 6 ആണ്. കോമൺ ഡിഫറൻസ് കിട്ടി. ഹൈ സിമ്പിൾ. യെസ്, നെക്സ്റ്റ് കമ്മിങ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്തോണ്ട് തന്നെ കേട്ടോ. നേരത്തെ നമ്മൾ എന്നിനെ മാത്രമേ പൊത്തി പിടിച്ച്, ഇപ്പോൾ ഇവിടെ എൻ സ്ക്വയറിന് എന്നിനെയും പൊത്തി പിടിക്കണം. എൻ സ്ക്വയറിന് എന്നിനെയും പൊത്തി പിടിക്കുമ്പോൾ എന്താ വരിക? 2 + 6. 2 + 6 എത്രയാടാ? 2 + 6 8 ആണ് സാറേ. ഫസ്റ്റ് ടേം കിട്ടി. അങ്ങനെയാണ്. അപ്പുറത്ത് നോക്കിയേ, ഇവിടെ നോക്കിയേ, എൻ സ്ക്വയറിനെയും പൊത്തി പിടിക്കണം, എന്നിനെയും പൊത്തി പിടിക്കണം. അപ്പൊ 3 + 2 എത്രയാടാ ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 + 2 5 ആണ്. ഈസി, സിമ്പിൾ അല്ലേ? ഇനി നമ്മളോട് സമ്മ കണ്ടുപിടിക്കാൻ പറഞ്ഞത് 10 ടേമിന് സമ്മ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നിന് പകരം 10 ആയിട്ട് കൊടുക്കണം. സമ്മ കണ്ടുപിടിക്കാനുള്ള അൽജിബ്രിക് ഫോം അല്ലേ 2n² + 6n എന്ന് പറയുന്നത്. സോ നോക്കിയേ 2 × 10² + 6 × 10. നോക്കിയേ 2 × 10ന്റെ സ്ക്വയർ എത്രയാടാ? 100 + 6 × 10 60. നോക്കിയേ 2 × 100 200 + 200 + 60. 200 + 60 എത്രയാടാ? 260. സമ്മ് കിട്ടി. എത്ര എണ്ണത്തിന്റെ? ആദ്യത്തെ 10 ടേമിന്റെ സമ്മ് കണ്ടുപിടിച്ചു. അതായത് നമുക്കൊരു അൽജിബ്രിക് ഫോം, സമ്മിന്റെ അൽജിബ്രിക് ഫോം തന്നിട്ട് സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നിന് പകരം എന്ത് കൊടുത്താൽ മതി? ആ നമ്പർ കൊടുത്താൽ മതി. ആദ്യത്തെ 10 ടേമിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അൽജിബ്രിക് ഫോമിൽ എന്നിന് പകരം 10 കൊടുത്താൽ മതി. ആദ്യത്തെ 20 ടേമിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അൽജിബ്രിക് ഫോമിൽ എന്നിന് പകരം 20 കൊടുത്താൽ മതി. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിച്ചു. ഹോ ഗയാ തു ഹോ ഗയാ ദിൽ കുറായേ സേ ദിൽ ആ ഗയാ ആ ഗയാ തു ആ ഗയാ. അപ്പൊ മക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങളെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള വിലയേറിയ കമന്റുകൾ, ഈ ക്ലാസ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സാർ വരുത്തേണ്ടതെന്നുള്ളതും, അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ബൈ. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ സൈനിങ് ഓഫ് ഫോർ RK Next.